ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കുറച്ച് അയില വാങ്ങിച്ചു. അപ്പോൾ ഞാനത് വേഗം കറി വെക്കാനായിട്ട് നോക്കുകയാണ്. വേഗം അതൊക്കെ നന്നാക്കി എടുത്തു. അതിന് ശേഷം പിന്നെ കറി വെക്കാനുള്ളത് ഞാൻ ചട്ടിയിലിട്ടിട്ട് പിന്നെ വറക്കാനുള്ളത് 4 മീനിനെ വറക്കണുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 4 പേർക്കും. അപ്പം അങ്ങനെ അതൊക്കെ ഉപ്പും മുളകൊക്കെ തിരുമ്പി. അപ്പോൾ വാവച്ചിയാണ് എനിക്ക് മീനൊക്കെ നേരിയാക്കി തന്നത്. പിന്നെ ബിജേഷേട്ടൻ ഇന്ന് ബാംഗ്ലൂർക്ക് പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ പണി കുറവാണ് ആൾക്ക്. അപ്പോൾ ബാംഗ്ലൂര് കുറച്ച് നാളത്തെ പണിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ആളുടെ മാമൻ്റെ മോനും ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ മീനൊക്കെ നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി അതിൽ ഉപ്പും മുളകൊക്കെ തിരുമ്പി കറി വെക്കാനുള്ളതൊക്കെ വേഗം സെറ്റാക്കിയിട്ട് വെക്കാൻ നോക്കിയപ്പോഴേ ഗ്യാസിന് ചെറിയൊരു ലീക്ക് ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി ഒരു അടുപ്പ് വാങ്ങിച്ച് വെച്ചിട്ട്. അപ്പോൾ വിജയശേട്ടൻ പറഞ്ഞു എന്തായാലും ഞാൻ പോവല്ലേ, അപ്പോൾ ഞാൻ പുതിയ അടുപ്പൊക്കെ വെച്ച് തരാം, അപ്പോൾ ആൾക്ക് സമാധാനമായിട്ട് പോവാമല്ലോ. അപ്പോൾ അങ്ങനെ അടുപ്പൊക്കെ വെച്ച് തന്നു. അപ്പോൾ അച്ഛനും മോളും കൂടിയിട്ടാണ് അതൊക്കെ ചെയ്യണത്. അപ്പോൾ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അങ്ങനെ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങി 9 മണിക്കാണ് ട്രെയിന്. അപ്പോൾ ഷൊർണൂരിൽ നിന്നാണ് പോണത്. അപ്പോൾ അങ്ങനെ വേഗം അടുപ്പൊക്കെ സെറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ദൈവത്തിനെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് വേഗം മീൻകറിയൊക്കെ അടുപ്പത്ത് വെക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ മീൻകറിയൊക്കെ വെറുതെ നാളികേരമൊന്നും ഇല്ലാണ്ട് പൊടിയിട്ടിട്ടാണ് വെച്ചത്. പിന്നെ വറുക്കാനുള്ളതൊക്കെ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ തിരുമ്പിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മീൻകറിയൊക്കെ ആയി വന്നപ്പോഴേ ഉള്ളി നോക്കിയപ്പോൾ ഉള്ളി ഉണ്ടായിരുന്നില്ല കാച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വെറുതെ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കരിവേപ്പില ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാവച്ചി പറഞ്ഞു അമ്മേ ഞാൻ വറക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്ക് പുതിയ അടുപ്പൊക്കെ വെച്ചില്ല. അപ്പോൾ നല്ല സന്തോഷമായി. അപ്പോൾ മീനൊക്കെ വറക്കാനായിട്ട് വാവച്ചി വേഗം പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വേഗം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വേഗം മീനൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ വിജയശേട്ടൻ എന്താണെന്ന് വെച്ചാൽ സ്ലാബിൻ്റെ പണിയാണല്ലോ ഇവിടെ. അപ്പോൾ മൊത്തത്തിൽ പണി കുറവാണ്. അപ്പോൾ കുറച്ച് ദിവസമായി പണി കുറവ്. ഓണത്തിന് മുമ്പ് തൊട്ടേ പണി കുറവായിരുന്നു. അപ്പോൾ ആൾ അങ്ങനെ ബാംഗ്ലൂർ മാമൻ്റെ മോൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ സ്ലാബിൻ്റെ പണിയുണ്ട്, പിന്നെ ടൈലിൻ്റെ പണിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് പെട്ടെന്നാണ് വിളിച്ചത് പോവാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു പോവാമെന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആൾ പോകാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ മീൻകറി ഒക്കെ വെച്ചിട്ട് ചോറൊക്കെ കൊടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആയി വന്നപ്പോൾ ഞാൻ വേഗം അതിൽ കുറച്ച് കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യണത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ വിളമ്പാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഉണ്ണാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി എനിക്ക് വേണ്ട, എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ആ നേരത്തെ ഉണ്ണാൻ തോന്നിയില്ല. അപ്പോൾ വാവച്ചും ബിജാഷേട്ടനും കൂടിയിട്ട് ഉണ്ണാന്ന് പറഞ്ഞു. മണിക്കുട്ടനും പറഞ്ഞു അവന് വിശക്കണില്ല, അവന് കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന്. അവർക്കൊക്കെ അച്ഛൻ പോണതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്, എപ്പോഴും അച്ഛൻ്റെ അടുത്ത് ഉണ്ടായിട്ടേ. അപ്പം അങ്ങനെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചോറൊക്കെ വിളമ്പി. അപ്പം അങ്ങനെ ബിജാഷേട്ടൻ ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഇനി ഞങ്ങൾ 3 പേരായിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ.